ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കർക്കിടക മാസമാണിത്. കർക്കിടക മാസത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു മെഴുക്കുപുരട്ടി റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതായത് നമ്മുടെ ചേമ്പും താള് കൊണ്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചേമ്പും താള് കൊണ്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ്. കർക്കിടക സ്പെഷ്യൽ മെഴുക്കുപുരട്ടിയാണെന്ന് പറയാം. കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലാ മാസത്തിലും നമുക്ക് ഈ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതുമാണ് കേട്ടോ. ഇതാവുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാവുമ്പോഴത്തേക്ക് ഇതിൽ വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ അത്രയും തന്നെ ഹെൽത്തി ആയിരിക്കും ഈ ഒരു മെഴുക്കുപുരട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് താള് എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിറ്റിപ്പോയിട്ടുള്ള താള് എടുക്കാതിരിക്കുക. മിറ്റിപ്പോയിട്ടുള്ള താളാണെങ്കിൽ നമുക്ക് താള് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മെഴുക്കുപുരട്ടിക്ക് എപ്പോഴും നല്ലത് മിറ്റിപ്പോകാത്ത താളെടുക്കുന്നതാണ്. ഇതേപോലെ കനം കുറഞ്ഞിട്ടുള്ള ചെറിയ താളുകൾ ഉണ്ടാവുമല്ലോ, അതെടുക്കുന്നതായിരിക്കും. താളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞാനിവിടെ താള് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ പുറത്തെ ആ ഒരു തൊലിയൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. അതിൻ്റെ മേളത്തെ ആ ഒരു പോർഷനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ താളിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ മാറി കിട്ടും കേട്ടോ. നമ്മുടെ താളെല്ലാം ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ മിക്ക വീഡിയോസിലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ താളൊക്കെ എങ്ങനെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ചൊറിയത്തില്ലേ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മുടെ ചേമ്പൊന്നും കൈ കൊണ്ടെടുത്തെന്ന് വെച്ചിട്ട് നമുക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മുടെ ചേമ്പും താളിൻ്റെ തൊലിയൊക്കെ ഞാൻ നല്ലതുപോലെ കളഞ്ഞിട്ടുണ്ട്, മൊത്തം നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേമ്പും താളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചേമ്പിൻ്റെ താളിനെ ഞാൻ ഇപ്പോൾ രണ്ടായിട്ട് കീറിയതിന് ശേഷം അരിഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ കുറച്ചുകൂടി തണ്ടിന് വണ്ണമുള്ളതാണെങ്കിൽ നാലായിട്ട് നിങ്ങൾക്ക് കീന്തിയിട്ട് ഇതേപോലെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്നും നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. ഇത് പഴമയുടെ ഒരു രുചിക്കൂട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ താളൊക്കെ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയെക്കാട്ടിലും ഒരുപാട് നല്ലതെന്ന് പറയുന്നത് കുഞ്ഞുള്ളി തന്നെയാണ്. ഇപ്പോൾ എനിക്ക് കുഞ്ഞുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാനായിട്ടുള്ള സമയക്കുറവ് കൊണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി നല്ലത് കുഞ്ഞുള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ചാനലിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുതേ. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രമാത്രം ചേമ്പിൻ താൾ എടുക്കുന്നുണ്ടോ അത്രമാത്രം പച്ചമുളകൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് നടുകുന്നൊന്ന് കീറിയിട്ട് രണ്ടായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിലിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള താളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കറിവേപ്പില കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട, ഓപ്ഷനിലാണ്. അപ്പോൾ ദാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള താള് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും കഞ്ഞിക്കൊപ്പമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പൊളിയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പും താളും സവാളയൊക്കെ നല്ലതുപോലെ ഞാൻ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പും താളൊക്കെ ഞാനൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതാ 3-4 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അല്ലാതെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും മെഴുക്ക് പുരട്ടിയൊന്നും തയ്യാറാക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ തന്നെയാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചേമ്പും താളും സവാളയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.